നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലികമായിട്ടുള്ളൊരു അയവ് ലോകരാഷ്ട്രങ്ങളെല്ലാം പ്രതീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം തങ്ങൾ തടയില്ലെന്നും അമേരിക്ക തങ്ങളെ ആക്രമിക്കില്ല എന്നുള്ളൊരു ഉറപ്പ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന്. അമേരിക്കയ്ക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ യുദ്ധത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഈ യുദ്ധത്തിൻ്റെ തുടക്കവും അന്ത്യവും എല്ലാം തീരുമാനിക്കുന്നത് ഇസ്രായേൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് നേരെ തുടർന്നുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ലെന്നുള്ളൊരു ഉറപ്പ് മാത്രം മതി എന്നുള്ളൊരു തലത്തിലേക്ക് ഇറാൻ ഇറങ്ങി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ ഇനിയും ഇറാൻ്റെ ഔദ്യോഗിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുവാനുണ്ട്. എന്നാൽ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം, ചരക്ക് ഗതാഗതം ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള കടുംപിടുത്തത്തിൽ നിന്ന് പിന്മാറണം. ഇല്ല എങ്കിൽ വൻ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇറാനെ ബോധ്യപ്പെടുത്തി എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത്. അത് സംബന്ധിച്ച് ചൈന ഇറാനുമായിട്ട് ആശയവിനിമയം നടത്തി എന്നുള്ള കാര്യം സത്യമാണ്. അതിനിടയിൽ അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതിശക്തമാണ്. കാരണം യേശുക്രിസ്തുവായി സ്വയം ചിത്രീകരിച്ചുകൊണ്ടൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ആ ചിത്രത്തെ സംബന്ധിച്ച് വൻ വിവാദം അമേരിക്കയിൽ ഉയരുകയും ട്രംപിൻ്റെ കടുത്ത അനുയായികളും പിന്തുണക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ ഈ നടപടിയിൽ അതൃപ്തരാണെന്നും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ വരുവാൻ പോകുന്ന മിഡ് ടേം തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരെ ഉണ്ടാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആ ഒരു തിരിച്ചടി ട്രംപിന് നേരെ ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന സെനറ്റിലും കോൺഗ്രസ്സിലും ഈ 2 സഭകളിലും ബലാബലമായി റിപ്പബ്ലിക് പാർട്ടിയും എതിരാളികളായ ഡെമോക്രാറ്റിക് പാർട്ടിയും എത്തിയാൽ പോലും ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് നീക്കം ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങുകയും അതിനെ ചില റിപ്പബ്ലിക്കൻ സെനറ്റർമാരും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളും അനുകൂലിക്കുകയും ഒന്നുകിൽ ആ സഭയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാക്കി ആ ഇംപീച്ച്മെൻറ്റ് മോഷൻ വിജയിപ്പിക്കുവാനുള്ള വഴികൾ അവർ തുറന്നു കൊടുക്കുകയും ചെയ്യുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറി വരികയാണ്. ഒരു തരത്തിൽ ട്രംപിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ ശക്തമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അമേരിക്ക കടന്നു പോകുമ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ചൈനയും റഷ്യയും ഇറാനോട് ആശയവിനിമയം നടത്തുന്നു. ഭാരതവുമായി ഇറാനും ഉൾപ്പെടെയുള്ളവർ ആശയവിനിമയം നടത്തുന്നു. അതിനിടയിൽ ഈ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുവാൻ ഭാരതത്തിനുള്ള അനുമതി ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് US പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അനുമതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ വാങ്ങുവാനുള്ളത് വാങ്ങുമെന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ഭാരതം എപ്പോഴും തുടർന്നു പോയിരുന്നത്. രാഹുൽ ഗാന്ധിക്കൊഴികെ മറ്റുള്ളവർക്കും അതറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ ചില ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയ്ക്കും ഒഴികെ മറ്റെല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഒരുപക്ഷെ തുറക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുമ്പോൾ മറ്റൊരു നീക്കം കൂടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഈ നീക്കം പുതിയൊരു നീക്കമല്ല. നേരത്തെ തന്നെ ഭാരതവും റഷ്യയും ചൈനയും ചേർന്നിട്ടുള്ളൊരു സഖ്യം, അത് ഔദ്യോഗികമാകാം അനൗദ്യോഗികമാകാം, ഇത്തരത്തിലുള്ളൊരു സഖ്യത്തിനുള്ള നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അത്തരത്തിലുള്ളൊരു സഖ്യം ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി നിലവിൽ വന്നാൽ ഏഷ്യയുടെ കാര്യം പൂർണ്ണമായി അമേരിക്ക മറക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് അമേരിക്കയുടെ സൈനിക വിദഗ്ധർ പറയുന്നത്. കാരണം പിന്നീട് ഏഷ്യയിൽ വന്നൊന്ന് ശ്വാസം വിടണമെങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഭാരതത്തിൻ്റെയും ചൈനയുടെയും റഷ്യയുടെയും അനുവാദം വേണ്ടിവരും. അതിൽ തന്നെ റഷ്യയും ചൈനയും ഭാരതവുമായി പൂർണ്ണമായി സഹകരിക്കുവാൻ തീരുമാനിച്ചാൽ റഷ്യ പൂർണ്ണമായും ഭാരതത്തിൻ്റെ ഒപ്പമേ എല്ലാ കാര്യത്തിലും നിൽക്കൂ എന്നുള്ളൊരു വിശ്വാസം അമേരിക്കൻ സൈനിക വിദഗ്ധരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം റഷ്യയും ഭാരതവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ചൈന ഈ ബന്ധത്തിനിടയിലൊരു കല്ലുകടിയായി ഉൾപ്പെടാത്ത കാലത്തോളം ഈ ഭാരതവും ചൈനയുമായി നടന്ന യുദ്ധത്തിൻ്റെ കാലത്ത് റഷ്യ ഒരു കുറ്റകരമായ നിഷ്പക്ഷത പാലിച്ചിരുന്നു. ഭാരതത്തെ ചതിച്ചു എന്ന് തന്നെ പറയാവുന്ന തരത്തിലൊരു നിഷ്പക്ഷത പാലിച്ചിരുന്നു. അത് ചൈനയോടുള്ളൊരു അനുകൂല മനോഭാവം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ആ ഒരു നീക്കത്തെ നമ്മൾ വിലയിരുത്തുവാൻ. അതുകൊണ്ട് തന്നെ ചൈന ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഒരു സൗഹൃദ രാഷ്ട്രമായി നിലകൊള്ളുന്നിടത്തോളം റഷ്യ പൂർണ്ണമായും ഭാരതം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പമേ നിലകൊള്ളുകയുള്ളൂ എന്നൊരു വിലയിരുത്തൽ അമേരിക്കൻ സൈനിക വിദഗ്ധർ നടത്തുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടി അവർ
വിശകലനം ചെയ്യുന്നുണ്ട്. അത് ഭാരതവും റഷ്യയും തമ്മിലുള്ള സൈനിക ഒരു സംയോജനമാണ്. സൈനിക സംയോജനം എന്ന് പറഞ്ഞാൽ രണ്ട് സൈന്യവും കൂടി ഒരുമിച്ച് നാളെ അമേരിക്കയെ ആക്രമിക്കാൻ പോകും എന്നുള്ളതല്ല. S-400 ഉൾപ്പെടെയുള്ള അതിൻ്റെ അടുത്ത ഘട്ടത്തിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള പല കാര്യത്തിലും സംയുക്തമായി തന്നെ ആയുധ വികസനവും ആയുധ വിപണിയിലുള്ള ഇടപെടലുകളും എല്ലാം ഭാരതവും റഷ്യയും ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പരിധിയില്ലാത്ത വർധന അമേരിക്കൻ സൈനിക വിദഗ്ധരെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം റഷ്യയുടെയും ഭാരതത്തിൻ്റെ സാങ്കേതിക പരിജ്ഞാനങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ, പൂർണ്ണമായും ഒരുമിച്ച് ചേർന്നാൽ, ഇപ്പോൾ തന്നെ ബ്രഹ്മോസും S-400ഉം S-400ൻ്റെ അടുത്ത S-500 ഉൾപ്പെടെയുള്ള വികസനങ്ങൾ, അതിൻ്റെ ഒരു വികസന പദ്ധതികളിലേക്ക് ഈ ഒരു സംയുക്തമായിട്ടുള്ള ഒരു വികസന പരിപാടികൾ ഭാരതവും റഷ്യയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും, ആയുധ വികസനത്തിലായാലും സൈനിക നീക്കങ്ങളുടെ കാര്യത്തിലായാലും പൂർണ്ണമായ സഹകരണം ഭാരതവും റഷ്യയും തമ്മിലുണ്ടായാൽ രാഷ്ട്രീയപരമായി മാത്രമല്ല സൈനികപരമായും ഏഷ്യ പൂർണ്ണമായും അമേരിക്കയ്ക്ക് നഷ്ടമാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് അമേരിക്കൻ സൈനിക വിദഗ്ധർ തന്നെ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും നടത്തുന്നത്. ഇത്തരത്തിലുള്ള വിലയിരുത്തലാണ് ഏകപക്ഷീയമായി, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള ഏകകണ്ഠമായി അവർ ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ ട്രംപ് അതിനെ ഏകപക്ഷീയമായി തള്ളിക്കളയുന്നുണ്ട്. ഇത് പറയുവാനാണ് ഏകപക്ഷീയവും ഏകകണ്ഠവും തമ്മിൽ മാറിപ്പോയത്. ഏകകണ്ഠമായി സൈനിക വിദഗ്ധർ ഇത്തരത്തിൽ വിലയിരുത്തുന്നു, ട്രംപ് അതിനെ ഏകപക്ഷീയമായി തള്ളിക്കളയുന്നു. പക്ഷേ ഇതിലൊരു വാസ്തവമുണ്ടെന്നുള്ള കാര്യം അംഗീകരിച്ചേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. 2 ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായൊരു ചിത്രം ഇത് സംബന്ധിച്ച് വെളിവായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ ചിത്രം വെളിപ്പെടുമ്പോൾ അതിൻ്റെ വിശകലനവുമായി പ്രേക്ഷകരുടെ മുമ്പിൽ വീണ്ടും എത്താം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.